നമ്മുടെ എള്ളുകാലയിലെ അഭിമാനമായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ മൊമെന്റോ കൊടുത്ത് ആദരിക്കുന്നത് നമ്മുടെ അഭിരാമി കെ ബിനു, നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ മോളാണ്. LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടിയാണ്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 17-ാം വാർഡ് എള്ളുകാലയിലാണ്. ഇവിടെ ഇന്ന് CPIMന്റെ എള്ളുകാല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അഭിനന്ദിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. നമുക്കതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. നമ്മുടെ CPM എള്ളുകാല ബ്രാഞ്ച് സെക്രട്ടറി ബിനു വിജയൻ സ്വാഗതം പറയുന്നതിന് വേണ്ടി എള്ളുകാലയുടെ വാർഡ് മെമ്പർ പാർട്ടി മെമ്പറുമായ പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ ഒരു വേളയെ കാണുന്നത്. DYFIയുടെ ഇവിടുത്തെ ഒരു പ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ട് എല്ലാ വർഷവും കുട്ടികൾക്ക് പഠനോപകരണവും അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള ആദരവും എല്ലാം മുടങ്ങാതെ തന്നെ വർഷങ്ങളോളം ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2010 DYFI എള്ളുകാല യൂണിറ്റിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നത്. ആ കാലം തുടങ്ങുമ്പോൾ തൊട്ട് അതിന്റെ ഒരു തുടക്കക്കാരനായി ഞാനും ഇവരുടെ എല്ലാം കൂടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കോവിഡിന്റെ കാലത്ത് പോലും നമുക്ക് ഈ ഒരു പരിപാടി നമ്മൾ മുടക്കിയിട്ടില്ല. അന്ന് കുട്ടികൾക്ക് പഠനവണ്ടി എന്ന ഒരു രീതിയിൽ തന്നെ നമ്മുടെ വാർഡുകളിലെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുമായി പഠനവണ്ടി DYFIയുടെ ഇവിടുത്തെ യൂണിറ്റിലെ സഹാക്കൾ എല്ലാവരോടും കൂടി അത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ എല്ലാ കോവിഡിന്റെ സമയത്തൊക്കെ നമുക്കറിയാം, ഒരു നാട് മുഴുവൻ ലോക്കായി കിടന്ന ഒരു സമയത്ത് നമ്മുടെ ഇവിടെയുള്ള മേലാതെ കിടന്നവർക്ക് മരുന്നായിട്ടും ഭക്ഷണമായിട്ടും എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നെല്ലാം ഈ മാതൃകാപരമായ ഒരു പ്രവർത്തനമായിരുന്നു DYFIയുടെ ഇവിടുത്തെ സഹാക്കൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അതിനെല്ലാം മേൽനോട്ടമായിട്ട് ഇവിടുത്തെ പാർട്ടിയും അവർക്കെല്ലാം മേൽനോട്ടമായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് നമുക്കിവിടെ 2025 SSLCക്കും +2നും മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് ഇവിടെ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ആദരണീയായ പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റാണ്. പ്രസിഡന്റിനെ ആദരപൂർവ്വം ഈ ഒരു യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ എള്ളുകാലയിലെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന പുതുപ്പള്ളിയിലെ ഏറ്റവും പ്രിയങ്കരനായ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ CPMന്റെ ഇവിടെ നയിക്കുന്ന സഖാവ് ബിനു വിജയനെ ഈ യോഗത്തിലേക്ക് എന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആരാധ്യയായ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പൊന്നച്ചി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ വാർഡിന്റെ മെമ്പറുമായ JV കുമാർ അവറുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ്, പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ബിനു, അതോടൊപ്പം തന്നെ നമ്മുടെ മാളിച്ചനുണ്ട്. മാളിച്ചൻ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയമുള്ളവര്, എന്റെ സ്നേഹനിധിയായ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷം തന്നെയാണ് ഈ 2024-25 മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതും അവർക്ക് അനുമോദനം കൊടുക്കുന്നതും വളരെ സന്തോഷം തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ഈ ഭരണസമിതി കയറിയ കാലം മുതൽ ഇവിടെ എല്ലാ പ്രാവശ്യവും എല്ലാ സമയത്തും നമുക്ക് അറിയാം മികച്ച വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ JV കുമാർ പറഞ്ഞു, നമ്മൾ കോവിഡ് കാലത്തും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ വീട്ടിൽ കൊണ്ട മെമന്റോ ഓരോ വീടുകളും കയറി ഇറങ്ങി നമ്മൾ മെമന്റോ കൊടുത്ത അവസരമുണ്ട്. മീറ്റിംഗ് കൂടാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ആ ഒരു വാർഡിന്റെ ഒരു കഴിവ് തന്നെയാണ്. അതിനറിയാം, CPMും അതിനോടൊപ്പം തന്നെ DYFIയും സംയുക്തമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത്രയും നല്ല രീതിയിൽ മികച്ച ഇത് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പറിന്റെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ വാർഡിന് വേണ്ടി കാഴ്ചവെക്കുന്നത്. നമുക്കറിയാം, നമ്മൾ 2 വർഷക്കാലം മുഴുവൻ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കട്ടിൽ വിതരണം ചെയ്തു. ഓരോ വീടുകളും വണ്ടിക്ക് ഇറക്കി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ വാർഡ് മെമ്പർ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പറയുകയാണെങ്കിൽ ചില റോഡിന്റെ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ ശോചനീയമായിട്ട് കിടക്കുന്നത്. അത് ഏറ്റവും പോയി കിടക്കുന്ന റോഡ് നോക്കി നമുക്കറിയാം, വാർഡിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് വെച്ച് എല്ലാ പ്രാവശ്യവും അത് ഓരോന്നും റോഡുകൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്.
നമുക്കറിയാം നമ്മൾ ജലജീവന്റെ പൈപ്പ് പൊട്ടിച്ച് നമുക്ക് ഫണ്ടെല്ലാം അനുവദിച്ച് കിടക്കുന്നതാണ്. 50 ലക്ഷം രൂപ വെച്ച് ഒരേ വാർഡിനുണ്ട്. പക്ഷെ അത് ടെൻഡർ ആരും എടുക്കുന്നില്ല. അതുകൊണ്ടാണ് പദ്ധതി നടക്കാതെ പോകുന്നത്. അത് ഇനി നമ്മളതിന്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടായിരിക്കുന്നത്. നമുക്കറിയാം എല്ലാ പ്രാവശ്യവും ഇതുപോലെ കൊടുക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഠിത്തം ശരിക്കും പറഞ്ഞാൽ ആരംഭിച്ചിട്ടേ ഉള്ളെന്ന് പറയാം. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ നല്ല വിജയത്തോടു കൂടിയാണ് നിങ്ങൾ എല്ലാവരും ജയിച്ചിരിക്കുന്നത്. അതിന് എല്ലാ അഭിനന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. സന്തോഷം തന്നെയാണ്. ഇനിയുള്ള പഠിത്തകാലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള ഏത് ഇതാണോ പഠിക്കാൻ നിങ്ങൾക്ക് സൗകര്യത്തോടു കൂടി എടുക്കേണ്ട ഏത് എന്താണെങ്കിലും നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വെച്ച് വീട്ടിൽ പറയുന്ന അല്ലാതെ അപ്പനോ അമ്മയോ അവരെ ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കണം. നമ്മുടെ കോഴ്സ് നമ്മളെ ഏതാണെന്ന് നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ളത് അത് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഇനിയുള്ള ഇതുപോലെ നമുക്കറിയാം ഓരോ വാർഡ് ഇങ്ങനെ നിങ്ങൾക്കൊരു പണ്ടുള്ള കാലങ്ങളിലൊന്നും നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളൊന്നും നമുക്ക് ഇങ്ങനെയുള്ളൊരു അനുമോദനം ആദരവോ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം നിങ്ങളെയൊക്കെ അത് നല്ല രീതിയിൽ നമ്മുടെ ഒരു മക്കളാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സഹോദരിയാണെന്നുള്ള രീതിയിൽ മികച്ച വിദ്യാർത്ഥികൾക്ക് ഇതുപോലുള്ള ആദരവ് ചെയ്യുന്നത് നിങ്ങൾ സന്തോഷിക്കണം. ഇവർക്ക് കൊടുക്കുന്നവർക്കും ഒരു നല്ല സന്തോഷമാണ്. നമുക്കും അതൊരു മെമ്മന്റോയോ അല്ലെ ഒരു ക്യാഷ് അവാർഡോ ഒക്കെ കിട്ടുമ്പോൾ നമുക്കും വളരെയധികം സന്തോഷം തന്നെയാണ്. അത് മുമ്പോട്ട് നിങ്ങൾ ഇനി ഈ പഠിത്തം നിങ്ങളുടെ ഒരിക്കലും അത് പുറകോട്ട് പോരുത്. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും എല്ലാ വിഷയത്തിനും A+ നേടിയ കുട്ടികൾ അതിലൊക്കെ ഒരു മാർക്കായിരിക്കും ചിലപ്പോൾ മറ്റുള്ള കുട്ടികൾക്കൊക്കെ പോകുന്നത്. അവരും എല്ലാം നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ മുമ്പോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ എന്റെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ. വേറുള്ള ഒരു ദുർസ്വഭാവത്തിന് നിങ്ങൾ പോകാതിരിക്കുക. എല്ലാവരെയും ബഹുമാനിക്കുക. മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെയും അവർ പറയുന്ന അനുസരിച്ച് ഭാവിച്ചൊക്കെ ജീവിക്കണം. നമുക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഉള്ള കുട്ടികളെല്ലാം നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ നന്മയും നേരുന്നു. എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ ഈ അനുമോദനം കിട്ടുന്ന എല്ലാ പിള്ളേരെയും എല്ലാം അഭിനന്ദനം അറിയിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് ഉറിയാക്കോസ് ക്ഷണിച്ചു. ബഹുമാനായ ഈ അനുമോദന യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് പുതുപ്പള്ളി CPM-ന്റെ എള്ളുകാല ബ്രാഞ്ച് സെക്രട്ടറി ബിനു, എത്രയും പ്രിയങ്കരനായ 17ാം വാർഡിന്റെ മെമ്പർ ജിലിബി കുമാർ, പ്രിയപ്പെട്ട ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മചന്ദ്രന്, എള്ളുകാല CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെ, എത്രയും പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ വന്ദനം. വളരെ അഭിമാനത്തോടും സന്തോഷത്തോടുകൂടിയാണ് നാം എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. എള്ളുകാലയുടെ അഭിമാനമായ നമ്മുടെ വരും തലമുറയുടെ ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ കഴിഞ്ഞ പരീക്ഷയില് +2-ലും SSLC പരീക്ഷയിലും ഒക്കെ മികച്ച വിജയം കൈവരിച്ച നിങ്ങളെ എല്ലാവരെയും എന്റെ വ്യക്തിപരമായ പേരിലും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഈ വിജയത്തിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച നിങ്ങളെ മാതാപിതാക്കള്, അധ്യാപകര്, ഇവരെ എല്ലാവരെയും ഈ സമയത്ത് അനുമോദിക്കുകയാണ്. നമുക്കറിയാം, ഇനി വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. വരുന്ന തലമുറകളൊക്കെ വളരെയധികം വെല്ലുവിളികളെ നേരിടുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. നിർമ്മിത ബുദ്ധിയുമായിട്ട് നമ്മൾ ഒരു മത്സരം തന്നെ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമതയുള്ളവർക്ക് മാത്രമേ ഇനി ജോലി കിട്ടുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മുടെ വരും തലമുറ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ തുടർന്നുള്ള വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. അതിനുള്ളൊരു ആത്മധൈര്യം നിങ്ങൾക്കുണ്ടാകണം. നമുക്കറിയാം, നമുക്ക് ഏറ്റവും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാംജി, അദ്ദേഹം കുട്ടികളോട് വളരെയധികം, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. അദ്ദേഹം ഏറ്റവും കൂടുതൽ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ എപ്പോഴും സ്വപ്നം കാണണമെന്നാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ചിന്താഗതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏത് കാര്യത്തിലും ഒരു യെസ് പറയാൻ ഇപ്പൊ ഇവിടെ പാട്ടറിയാവുന്ന പിള്ളേരുണ്ട്. പക്ഷെ ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചാൽ എല്ലാരും ആലോചിച്ചിട്ട് നോ എന്നോ പറയത്തുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് നെഗറ്റീവാണ്, നോ ആണ്. യെസ് നമുക്ക് വരുന്നില്ല. അതെന്താന്ന് ചോദിച്ചാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും. അത് മാറ്റി നമ്മുടെ നല്ല ആത്മധൈര്യമുള്ളവരായി മുന്നോട്ട് പോയാൽ ഏത് പ്രതിസന്ധികളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കാണും, നിങ്ങൾക്കുള്ള ധൈര്യം കിട്ടും. മുന്നോട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം വളരെ പ്രതിസന്ധികളുണ്ട്. വളരെ വിവിധങ്ങളായ പുതിയ പുതിയ കോഴ്സുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ അതൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വിദഗ്ധരായ വിദ്യാഭ്യാസ വിദഗ്ധരുടെയൊക്കെ അഭിപ്രായങ്ങളും തേടി നിങ്ങളുടെ മാതാപിതാക്കളുടെയും നമ്മുടെ സാമ്പത്തിക
പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പഠിക്കാനുള്ള ഒരു ഏത് കോഴ്സാണ് നിങ്ങൾക്ക് നല്ലതെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടെ നിങ്ങൾക്കുണ്ട്. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ ഇത് ഉന്നത വിജയം കരസ്ഥമാക്കിയാൽ വളരെ ഒരു കഷ്ടപ്പാട് അതിന്റെ പിന്നിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതെല്ലാവരെയും നിങ്ങളെ അനുമോദിക്കുകയാണ്. അഭിനന്ദിക്കുന്നതുകൊണ്ട് വരെ അഭിനന്ദിച്ചില്ലെങ്കിൽ അത് വളരെ തെറ്റാണ്. നിങ്ങൾക്ക് ഈ ചെറിയ ഈ അഭിനന്ദനങ്ങളൊക്കെ ഈ മിന്നാമിനിങ് ഒരിരട്ടത്തെ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം പോലെയാണ്. ഇതൊരു ചെറിയ പരിപാടിയായിരിക്കും, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വലിയ അനുഭവമായി മാറും. അപ്പൊ ഇനി ഇതിലൂടെ തന്നെ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് അവിടങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്കറിയാം, ഇന്ന് ഒത്തിരി വിപത്തുകളുടെ മുമ്പിലൂടെയാണ് യുവജനതകൾ മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികളും അതിൽ നിന്നൊക്കെ അകന്നു നിന്നുകൊണ്ട് ശരിയായുള്ളതിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഉൾക്കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. അതുകൊണ്ട് നല്ല ആത്മധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങി ഇതിലും അത് ഉപരിയായിട്ടുള്ള ഒരു ഉന്നത വിജയങ്ങൾ ഇനിയും നിങ്ങൾ കരസ്ഥമാക്കി ഇതിനും വലിയ അവാർഡുകൾ വാങ്ങുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിന് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളെ മാതാപിതാക്കളെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അവരുടെയൊക്കെ ബഹുമാനവും അനുഗ്രഹവും നിങ്ങളുടെ അധ്യാപകരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കും. നമുക്കറിയാം, ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ കുടുംബങ്ങളിൽ നിന്ന് വന്ന മഹാന്മാരാണ് ഇന്ന് ലോകത്തെ നയിച്ചതും വളരെ വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര മേഖലയിലും ഒക്കെ മുന്നിൽ നിന്നത്. അതുകൊണ്ട് അവരുടെയൊക്കെ ചരിത്രങ്ങൾ വായിക്കണം. നിങ്ങളെപ്പോഴും ചരിത്രത്തെ പറ്റി മനസ്സിലാക്കുന്നവരായിരിക്കും. ആ ചരിത്രം വായിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു വായനാശീലം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും ഇന്നത്തെ തലമുറ മൊബൈലിൽ കൂടെയാണ് നമ്മളെല്ലാം കാണുന്നത്. അതിലുപരി പുസ്തകങ്ങളിൽ കൂടെ നമ്മളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. മൊബൈലിലെല്ലാം ഉണ്ട്, പഠിത്തത്തിൽ നമ്മളെ സഹായിക്കുന്നതാണെങ്കിലും പുസ്തകങ്ങളെ വായിച്ച് നിങ്ങൾ വായനാശീലങ്ങളുള്ളവരായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രചോദനമാകണം. ഈ അവസരത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ CPM-ന്റെ എള്ളുകാല ബ്രാഞ്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ കോവിഡ് കാലങ്ങളിലൊക്കെ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. ആ ബ്രാഞ്ചിനെ ഞാൻ എന്റെ വ്യക്തിപരമായ രീതിയിൽ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ ബ്രാഞ്ചും എല്ലാ സംഘടനകളും ഒക്കെ നമ്മുടെ കുട്ടികളെ അനുമോദിക്കുമ്പോൾ അവർക്ക് വളരെ ഒരു സന്തോഷം പ്രചോദനവും ഒക്കെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഞാനും എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്നത് നിങ്ങളെ പറഞ്ഞ നോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. എന്റെ വാർഡില് കഴിഞ്ഞ 2024 ഭയങ്കര പ്രളയം ഉണ്ടായി. ഒറ്റ രാത്രിയില് 100-200 വീടുകൾ മുങ്ങിപ്പോയി. ഞാൻ ഒരാൾ 4 പേരോ ഞങ്ങളുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ ഞാനിങ്ങനെ ആകെ വിഷമത്തിലിരിക്കുക. ഫയർഫോഴ്സിനെ വിളിക്കുന്നുണ്ട്, പോലീസിനെ വിളിക്കുന്നുണ്ട്. അവരൊക്കെ വഴി കാണിച്ച വഴി ഏത് ടോർച്ചടിച്ച വഴി ഏതാണ്, വഴി മുഴുവൻ വെള്ളമാണ്. അങ്ങനെ ഞാൻ പ്രതിസന്ധി ചെന്നപ്പോഴാണ് ഞാൻ എന്റെ വാർഡ് മെമ്പറും എന്റെ സുഹൃത്തുമായ ജിനുവി കുമാറിനെ വിളിക്കുന്നത്. അദ്ദേഹം ഇവിടുന്ന് ഒരു 5-6 ചെറുപ്പക്കാരുമായിട്ട് വന്ന് ഞങ്ങളെ സഹായിച്ച് രോഗികളെ കൊണ്ടുവരാൻ വേണ്ടി സ്ട്രക്ചറൊന്നും ഇല്ല, കമ്പുകൾ കൂട്ടിക്കെട്ടി അതിലൊക്കെ കിടപ്പ് രോഗികളെ കയറ്റി ഞങ്ങളെ കരക്കെത്തിച്ചു. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒത്തൊരുമയോടെ നീങ്ങുമ്പോൾ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നേറാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഇതിങ്ങനെ സംഘടിപ്പിച്ച ഇവരെ എല്ലാവരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ആശംസ അറിയിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ പുതുപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ സഹോദരൻ ജോൺ ബോയ് ചേട്ടൻ അറിയിച്ചു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്താകെ തന്നെ ഈ അവധിക്കാലം ഇതേപോലെ തന്നെയുള്ള നിരവധി പരിപാടികൾ നമ്മുടെ യുവജന സംഘടനകളും പാർട്ടിയും അതേപോലെ തന്നെ ബാലസംഘവും വളരെ വിപുലമായി ആചരിച്ചു വരികയാണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാണ് നമ്മൾ ആചരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഞാൻ നിരവധി മീറ്റിങ്ങിൽ പോയതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ബാലസംഘം കൂട്ടുകാരാണ് ഇതിനകത്ത് കൂടുതലും അഭിനന്ദനം അർഹിക്കും. നമുക്കറിയാം, ബാലസംഘത്തിന്റെ കൂട്ടുകാരെല്ലാം തന്നെ നമ്മുടെ മേഖലയിലും അതേപോലെ തന്നെ മറ്റ് മേഖലകളിലും പഠനത്തോടൊപ്പം തന്നെ അവരുടെ നൈസർഗികമായ കഴിവിനെ പരിപോഷിപ്പിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ബാലസംഘ കൂട്ടുകാർക്ക് ഉയർന്നു വരുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, നമ്മുടെ ഇത്തരം പരിപാടികളെല്ലാം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ് നമ്മുടെ ഇത്തരം യോഗങ്ങളെല്ലാം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനകത്ത് നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല, കിട്ടുന്നതിൻ്റെ മൂല്യമാണ് നമ്മളെ വീണ്ടും വീണ്ടും ഇത്തരം യോഗങ്ങളിലേക്കും അതേപോലെ തന്നെ നമുക്കൊരു ഉന്നത വിദ്യാഭ്യാസത്തിനും
ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ വൈസ് പ്രസിഡന്റ് ഒട്ടനവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പഴയ കാലത്തെ പോലെയല്ല. പഴയ കാലത്ത് നമുക്കറിയാം നമ്മുടെ ബഹുമാനായ പ്രസിഡന്റ് ഉഴവൂരിൽ നിന്ന് നടന്ന് CMS കോളേജിൽ നടന്നു വന്ന് പഠിച്ച് തിരിച്ചു പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നതല്ല. ഇന്ന് LKG മുതൽ നമ്മുടെ വീടിന്റെ മുറ്റത്തുനിന്ന് ഓട്ടോറിക്ഷയിലോ അല്ലെ സ്കൂളിന്റെ വാഹനത്തിലോ മറ്റു വാഹനത്തിലോ ഒക്കെ കയറി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോകുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹവും നമ്മുടെ ജീവിത നിലവാരവും ഉയർന്ന് നമുക്ക് ആ നിലയിലേക്ക് എത്തുന്നതിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം സ്കൂളിലെ സ്ഥിതി. ഇപ്പോൾ ലഹരിക്കടിമയായി നിരവധി കുട്ടികളാണ് അപ്രതീക്ഷിതമായി, നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത സ്കൂളുകളിൽ പോലും MDMAയും അതേപോലെ തന്നെ രാസലഹരികളും ധാരാളം കിട്ടി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണെന്ന് നമുക്കറിയാം. ഞാൻ നിങ്ങളുമെല്ലാം അതിൻ്റെ ബലിയാടുകളാകാതെ നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളും അതേപോലെ കുഞ്ഞുങ്ങളും, നമുക്കറിയാം നിരവധി ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഒരു ദിവസം എന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു യുവതിയെയും അതേപോലെ തന്നെ കോട്ടയത്തുള്ള ഒരു യുവാവിനെയും ഞങ്ങൾ കുമാരനെതിരെ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. MDMA ആണ് പിടിച്ചത്. നമ്മളാകപ്പാടെ ഞെട്ടിത്തെരിച്ചു പോയി. നമ്മുടെ പുതുപ്പള്ളിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രമാണ് അവരുടെ വീട്ടിലേക്കുള്ളത്. സാമ്പത്തികമായി വളരെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന പെൺകുട്ടിയാണ്. ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കുകയോ മറ്റ് IT മേഖലയിൽ വർക്ക് ചെയ്യുകയോ എന്തോആണ്. സ്ഥിരമായി കോട്ടയത്തുനിന്ന് ബാംഗ്ലൂരിലേക്ക് ബസ്സിൽ പോകുന്നതായി ഇന്റലിജൻസിന് റിപ്പോർട്ട് കിട്ടിയതനുസരിച്ച് അവർ വാച്ച് ചെയ്തപ്പോഴാണ് ഏകദേശം 15-20 ഗ്രാം വീതം MDMAയുമായി പിടിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ പലരുടെയും വീടിനടുത്തും നമ്മുടെ വീടുകളിലുമൊക്കെ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തീർച്ചയായിട്ടും കുട്ടികൾ അനാവശ്യമായി ചില സ്ഥലങ്ങളിൽ നിൽക്കുന്നു എന്ന് മാതാപിതാക്കളോട് പറയുമ്പോൾ എൻ്റെ കുഞ്ഞങ്ങനെയൊന്നും പോകില്ല, എൻ്റെ ചെറുക്കൻ അങ്ങനെയൊന്നും പോവുകയില്ല, നിങ്ങളതൊന്നും പറയാതെ എന്ന് പറയുന്ന നിരവധി മാതാപിതാക്കൾ ഞങ്ങൾക്ക് അനുഭവമുണ്ട്. കാരണം ഞാൻ ഒരു ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി 8:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ വീടിന് സമീപം ചെന്നപ്പോൾ ഒരാളവിടെ യാദൃശ്യമായിട്ട് നിൽക്കുന്നു. ഞാൻ വണ്ടി നിർത്തി നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ബാലസാഹന മകനാണ്. ഞാനന്ന് രാത്രി തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മകൻ അങ്ങനെയൊന്നും പോവുകയില്ല. ഏകദേശം 3 മാസങ്ങൾക്കൊക്കെ കഞ്ചാവുമായിട്ട് സുഹൃത്തിൻ്റെ കേവലം 19 വയസ്സേ ഉള്ളൂ. അപ്പം നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മുഖവിലേക്ക് എടുക്കാതെ ഒഴിവാക്കുന്ന രീതിയാണ് പല മാതാപിതാക്കളുടെയും. കാരണം അവരുടെ വിശ്വാസം എൻ്റെ മോൻ പോവുകയില്ല, എൻ്റെ മോള് പോവുകയില്ല. പക്ഷെ നമ്മളൊന്ന് വാച്ച് ചെയ്യണം, നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ലഹരിക്ക് അടിമയാകുന്ന സ്ഥിതിയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് പഠിക്കാൻ കഴിയണം. നമുക്കറിയാം മൊബൈൽ തോണ്ടിയാൽ എന്ത് വേണേലും കിട്ടും, എന്ത് കാര്യം വേണേലും മൊബൈലിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. പക്ഷേ നമ്മൾ വായനാശീലം പഴയ കാലത്ത് നമുക്കറിയാം ലൈബ്രറികളാണ് ഞങ്ങളെല്ലാം ഈ രീതിയിലാക്കിയത്. കാരണം ഞങ്ങളൊക്കെ പഠിത്തത്തിന് ശേഷം തീർച്ചയായിട്ടും എന്നും വൈകുന്നേരം ലൈബ്രറിയിൽ പോകും. ലൈബ്രറിയിലുള്ള പുസ്തകം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും, വായിക്കും. പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുസ്തകങ്ങൾ വാങ്ങിച്ച് പഠിച്ച് ആണ് ഞങ്ങളൊക്കെ ജോലി കിട്ടി നല്ല നിലയിൽ വന്നത്. പക്ഷെ ഇപ്പോൾ അതല്ല. പല കുട്ടികളും PSC ഒന്നും ജോലി കിട്ടുകയില്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ 5 വർഷക്കാലമായി 9 വർഷക്കാലമായി നമ്മുടെ ഗവൺമെന്റ് ഏകദേശം 78,000 പോസ്റ്റുകൾ PSC വഴി അത് നികത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം. എൻ്റെ മോനടക്കം ഇപ്പോൾ 3 വർഷമായിട്ട് PSC കോച്ചിങ്ങിന് പോകും. 2-3 ലിസ്റ്റിനകത്തൊക്കെ വന്നുവെങ്കിലും അവരാരും നിർത്തുന്നില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ത്രൂഔട്ട് ഈ പുസ്തകവും പഠനവും വായനയുമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാതെ വെറുതെ മൊബൈലിൽ കളിച്ചോ അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടോ ഒന്നും ഇരുന്നുകൊണ്ട് നമ്മുടെ അറിവ് വർദ്ധിക്കുകയില്ല. പക്ഷെ നമുക്ക് അറിവും നമ്മുടെ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും രണ്ടും രണ്ടാണ്. ഒന്ന് നമ്മുടെ പുസ്തകപ്പുഴു എന്ന് പറഞ്ഞാൽ നമ്മൾ പുസ്തകം വായിച്ച് പഠിക്കും, പക്ഷേ നമുക്ക് അറിവുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരുമായിട്ട് പെരുമാറാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ കുട്ടികളൊക്കെ നമുക്കറിയാം, വീട്ടിലൊരു മുതിർന്നവർ വന്നാൽ തീർച്ചയായിട്ടും നമ്മളവരെ ബഹുമാനിക്കാൻ പഠിക്കണം. അധ്യാപകരെ കണ്ട ബഹുമാനിക്കാൻ പഠിക്കണം. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും, നമ്മളെക്കാൾ മൂത്തവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കാനും അവരെ അംഗീകരിക്കാനും
അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നതിന് ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ +2-നാണെങ്കിലും അതേപോലെ SLC-ക്കാണെങ്കിലും നിരവധി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കോഴ്സുകൾ നമ്മുടെ ഗവൺമെന്റ് തലത്തിലുണ്ട്. നമുക്കറിയാം ഇപ്പോൾ 4 വർഷം കൊണ്ട് PG കിട്ടുന്ന കോഴ്സിലേക്ക് നമ്മൾ വന്നു. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ആ കോഴ്സുകൾ നമ്മുടെ സർവകലാശാലകളിൽ, നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തുള്ള 40 സർവകലാശാലകൾ, 4 സർവകലാശാല നമ്മുടെ കേരളത്തിലാണ്. മഹാത്മാഗാന്ധി ഉണ്ട്, കേരളയുണ്ട്, MG ഉണ്ട്, അതേപോലെ തന്നെ കാലിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ കാലിക്കറ്റില്ല, കുസാറ്റുണ്ട്. അപ്പോൾ ഈ 4 സർവകലാശാലകളും വളരെ ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്നവയാണ് എന്ന് നമുക്കറിയാം. 4 വർഷത്തെ കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 2.5 വർഷം കൊണ്ട് ഡിഗ്രി കിട്ടും, 1.5 വർഷം കൊണ്ട് PG കിട്ടും. അപ്പോൾ ഇന്റഗ്രേറ്റഡ് വിദ്യാഭ്യാസത്തിലേക്ക് അല്ലെങ്കിൽ ഡിഗ്രി സംവിധാനത്തിലേക്ക് നാമും ഉയർന്നു പ്രവർത്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെയും വിദ്യാഭ്യാസം ഇല്ലാതെ നമ്മൾ എവിടെ പോയിട്ടും കാര്യമില്ല. വിദ്യാഭ്യാസമാണ് നമ്മുടെ അറിവിന്റെ ആദ്യ അക്ഷരം എന്ന് പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇല്ലാതെ നമ്മൾ ഏത് മേഖലകളിൽ ചെന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ പരിപാടികളും നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ എള്ളുകല ബ്രാഞ്ചിന്റെ ഈ പരിപാടി വളരെ അഭിനന്ദനാർഹമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ സമ്മാനം ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ നമ്മുടെ സമൂഹത്തിന്റെ വരും കാലങ്ങളിൽ നല്ല പൗരന്മാരായി വളരുന്നതിനുള്ള ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന പരിപാടി സംഘടിപ്പിച്ച എള്ളുകല ബ്രാഞ്ച് സെക്രട്ടറിക്കും അതേപോലെ തന്നെ ഇവിടുത്തെ ബ്രാഞ്ച് അംഗങ്ങൾക്കും പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ കൈതവുമായ അഭിനന്ദനവും അതേപോലെ തന്നെ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നമ്മുടെ അവാർഡ് വിതരണം ആരംഭിക്കുകയാണ്. ഇത് ആദ്യം അവാർഡ് ഏറ്റുവാങ്ങുന്നത് LSS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടിക്കാണ്. നമ്മുടെ എള്ളുകാലയിലെ അഭിമാനമായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ മൊമെന്റോ കൊടുത്ത് ആദരിക്കുന്നത് നമ്മുടെ അഭിരാമി കെ ബിനു, നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ മോളാണ്. LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടിയാണ്. അതുപോലെ തന്നെ 2025 +2 പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ ഐവിൻ ജോസഫ് സുരേഷ്. അടുത്തത് 2025 +2 പരീക്ഷ CBSE മികച്ച വിജയം നേടിയ ആദിത്യൻ. അടുത്ത 2025 +2 പരീക്ഷയിൽ നമ്മുടെ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ ലക്ഷ്മി പ്രകാശന് ആദരവും അതിനോടൊപ്പം ചെറിയൊരു ക്യാഷ് പ്രൈസും കൂടിയുണ്ട്. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ സഞ്ജയ് രാജിന്. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ മിത്രദേവ്. ഇത് 2025 +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ആദിത്യൻ മുരളീധരൻ. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ സഞ്ജയ് KS. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ദേവി കൃഷ്ണ.
അത് 2025 10ാം ക്ലാസ്സിൽ CBSE പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അഭിജിത്ത് വിനോദ്. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ദേവനന്ദൻ PG. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കെസിയ എം റോയ്. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ശിവപ്രിയ. 2025 SSLC CBSE പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഗൗതം. 2024 SSLC CBSE പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ദേവനന്ദ. 2025 SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഹരിനന്ദൻ. 2025 SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കൃഷ്ണവേണി. 2025 നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി ഒരു പാർട്ടിയുടെ ഹരിരാജ് സാറിനെ ക്ഷണിച്ചുകൊടുത്തു. വിലപ്പെട്ട വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരും നിങ്ങളുടെ കാഴ്ചകൾ ഇവിടെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളും നമ്മളെ ബ്രാഞ്ചിൻ്റെ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമായിട്ട് ഇത് പ്രതികരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ആദരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന വിഷയം. ഇനിയുള്ള ഭാവി അവരുടെ കയ്യിലാണ്. ഞങ്ങളുടെ ഇതെല്ലാം ഏകദേശം പ്രായമുള്ളവരാണ് ഇതിനകത്ത് ഇതിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ആശംസകളുണ്ട്. എനിക്ക് എൻ്റെ ഇതിന് നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ പ്രസിഡന്റ് നേരത്തെ തന്നെ വന്ന് ഇവിടെ ഉണ്ടാകുകയും എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുകയും ചെയ്ത പൊന്നമ്മ മാഡത്തിന് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് നമ്മൾ പ്രമോദ് സാർ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ഞാൻ വരുന്നതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഏത് കാര്യത്തിനും പ്രസിഡന്റും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രസിഡന്റും ഒരു വൈസ് പ്രസിഡന്റും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഒരു മുക്കാൽ കാര്യങ്ങളും നമ്മൾക്ക് നടപ്പാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇത്. അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റും നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് പ്രമോദ് സാറിന് നന്ദി പറയുന്നു. പിന്നീട് ജോൺ ബേബി സാർ, ഏത് കാര്യത്തിനും ബേബി സാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വാർഡിന്റെ ആളാണോ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ തന്നെ ഓരോരോ വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് നാളായിട്ട് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടിരുന്നായിരുന്നു. അപ്പോഴൊക്കെ ഏത് കാര്യത്തിന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് സമയം കണ്ടെത്തി ഇവിടെ വരിക എന്നുള്ളതൊരു ഞാൻ ഓർക്കാറുണ്ട്. ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ എല്ലായിടത്തും പുള്ളിയുടെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ഇവിടെയും അതേപോലെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം ശരിക്കും പറയുകയാണെങ്കിൽ എള്ളുകാല ബ്രാഞ്ചിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും എല്ലാം നടത്തുകയും ചെയ്ത നമ്മുടെ ജോൺ ബേബി സാറിന് എല്ലാവിധ നന്ദി പറയുന്നു. പിന്നീട് നമ്മുടെ മെമ്പറിന്റെ മെമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ 17ാം വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആളിന്റെ ആളാണ്. നമുക്ക് ഏത് കാര്യത്തിനും ഞാനിപ്പം ഈ പാർട്ടിയുടെ കാര്യങ്ങൾക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. എന്നെ ഈ വേദിയിലേക്ക് കൊണ്ടുവരികയും എല്ലാ കാര്യങ്ങളും പങ്കെടുപ്പിക്കുകയും ചെയ്തത് ഈ 17ാം വാർഡ് മെമ്പറായ ജിനുവാണ്. ജിനുവിനെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ പുതിയ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയാനൊക്കത്തില്ല. ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശം മുഴുവനും അറിയാവുന്നത് നമ്മുടെ ബിനുവിനാണ്. ഈ പ്രദേശത്തെ ഓരോ വ്യക്തികളെ അറിയാവുന്ന ഒരാളാണ് ബിനു. അതുകൊണ്ട് ബിനുവിനെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നന്ദി രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ഇതാണ്. നന്ദി എന്നല്ല, ബിനു ആണ് ഈ ബ്രാഞ്ചിനെ നയിക്കുന്നത്. അതിന് ബിനുവിന് എല്ലാവിധത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് നമ്മുടെ മീഡിയ പുതുപ്പള്ളി ടുഡേയും പിന്നെ എള്ളുകാലയുടെ കാര്യങ്ങളെല്ലാം കൂടെ നോക്കുന്ന ഒരാളും കൂടെ ഉള്ളൂ. നമുക്ക് 2 മീഡിയക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 മീഡിയക്കാരും വളരെ സജീവമായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇവിടെ ബോട്ടിൽ ബൂത്ത് വിതരണം നടത്തുന്ന സമയത്തും നമ്മുടെ പ്രോഗ്രാം എല്ലാം പിന്നെ പുതുപ്പള്ളി ടുഡേയിലൂടെ വെക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഒരു
ബസ് സ്റ്റോപ്പിന്റെ പേരിലൊരു ഇതുണ്ടാക്കിയപ്പോഴും അതും നമ്മളുടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. അത് നന്നായി നിർവഹിക്കുന്ന 2 ചാനലുകാരും നമുക്കിവിടെ ഉണ്ട്. അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതിനേക്കാളും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ എല്ലാവരും ഏകദേശം ഇതിനകത്ത് വിളിച്ചവരിൽ 4 പേരാണ് ശരിക്കും അസൗകര്യം നേരിട്ട് വരാതിരുന്നത്. അവരെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു അഭിനന്ദന കാര്യങ്ങൾ. അവരോട് എല്ലാവരും നന്ദി രേഖപ്പെടുത്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അതോടൊപ്പം തന്നെ നന്ദി പറയുന്ന ഞങ്ങളുടെ ബ്രാഞ്ചിലെ എല്ലാ കമ്മിറ്റികൾക്കും ബ്രാഞ്ച് നന്ദി അറിയിക്കുകയാണ് ഈ പരിപാടി ഇത്ര വിജയമാക്കിയതിന്. അതോടെ നമ്മുടെ യോഗം അവസാനിച്ചിരിക്കും. ഇത്ര നേരം